കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കണതാണ് കേട്ടോ. എത്രയും വേഗം എത്തിയാൽ മതി എന്നും പറഞ്ഞിട്ടാണ്. ഉച്ചയോടുകൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ മടുത്തൊന്നുമില്ല കേട്ടോ യാത്ര. സാധാരണ എനിക്ക് എപ്പോഴും യാത്ര ഭയങ്കര മടുപ്പാണ്. എനിക്കിഷ്ടമല്ല ചെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിലോട്ട് എത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇന്നത്തത് ഇന്ന്, നാളത്തത് നാളെ. അപ്പം ഇന്നിപ്പം നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. സാധാരണ എനിക്ക് ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ എനിക്ക് തളർച്ചയും ക്ഷീണവുമാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ വളരെയധികം നന്നായിട്ട് തന്നെ എല്ലാം കണ്ട്, നടന്ന് കണ്ട്, ഓടിക്കണ്ട്. അതാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ലൈഫ് തന്നെയാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട്, നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരവസരം കിട്ടിയത് കൊണ്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എനിക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്കും കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ നമുക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാണ്ട് ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. അല്ലാണ്ട് വലിയ തത്വങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ചാൻസ് കിട്ടുന്നവരൊക്കെ അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, അയ്യോ നമുക്ക് പോകണ്ട, അങ്ങനെ ഇങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇന്ന് ജീവിച്ചിരുന്നാൽ ഇന്ന് ജീവിച്ചിരുന്നു, നാളെ ഉണ്ടെങ്കിൽ നാളെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചേനയുടെ വിശേഷങ്ങൾ. ഓക്കേ.